പറഞ്ഞ് ചിരിച്ചങ്ങിരിപ്പാണ്. ഇതിനിടയിൽ കയ്യിൽ ചകിരിയെടുത്ത് കാലിൽ കൊരുത്തുവെച്ച് ഇടയ്ക്ക് വെള്ളം തൊട്ട് ചകിരി രൂപം മാറുന്നത് കണ്ടങ്ങിരിക്കാം. കുറച്ചു സമയത്തിനുള്ളിൽ ചകിരിനാരുകൾ ചൂടിയായി മാറും. 75 വയസ്സുണ്ട് അമ്മാളുവിന്. അനിയത്തിയാണ് നാരായണി. കുഞ്ഞുപ്രായത്തിൽ അമ്മയ്ക്കൊപ്പം തൊണ്ടുതല്ലി തുടങ്ങിയതാണ്. ആ അധ്വാനം ഇന്നും ആസ്വദിച്ചങ്ങ് ചെയ്യുന്നു. അമ്പത്തഞ്ചാറ് കൊല്ലായി ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ട്. 10-12 വയസ്സ് തുടങ്ങിക്ക്. അമ്മമാരൊക്കെ ശരിയാക്കാൻ പോകും, അന്നേരം ഞാളും പോവും, തൊഴിലൊളിച്ച് കൊടുക്കും, തച്ചു കൊടുക്കും. അങ്ങനെ തച്ച് പഠിച്ച് അവരൊക്കെ പോയാൽ പിന്നെ ഞങ്ങൾ സ്വന്തമായി പിന്നെ തയ്ക്കാൻ പോയി. അല്ല ഒരു ദിവസം എത്ര കൈ ചൂടി ഉണ്ടാവും? ഒരു ദിവസം 3 ചൂടി അല്ലേ 4 അത്തരി ഉണ്ടാവും. ഇതിനിടയിൽ ഒരാൾ കൂടിയെത്തും, അയൽവാസിയായ ചീരുവമ്മ. കുഞ്ഞിലെ സ്കൂളിലൊന്നും പോകാതെ തൊണ്ടു തല്ലാൻ പോയ ഓർമ്മയിൽ അവർ ചിരിക്കും. കാലം മാറിയപ്പോൾ ചകിരി സൊസൈറ്റികൾ വഴി ലഭിക്കുന്നു. ചകിരി പിരിക്കാൻ റാട്ടും വന്നു. പക്ഷേ കൈകൊണ്ട് പിരിക്കുന്നതാണ് ഇവരുടെ രീതി. ആളെ ഉള്ളൂ ഇപ്പൊ ഉള്ളപോലെ തന്നെ മിഷൻ ചൂടിക്കാരാ. മിഷനിൽ പിരിക്കുക ട്രെയിനിങ് തരാന്നൊക്കെ പറഞ്ഞിരുന്നോ? ഞാൻ കൈപ്പിരിയാന്നല്ലേ. 10 വയസ്സിൽ ഞങ്ങൾ അമ്മമാർ കൂട്ടിക്കൊണ്ടുപോകും പണിയെടുക്കാൻ. ഇത്രയുള്ള വടിയായിട്ട് എന്നിട്ട് ഇത്ര ഉണ്ടാവും ഓരോരോ തുണ്ടിൻ്റെ പൊളി. അതിങ്ങനെ ഈർക്കൽ പോലെ ചീന്തിത്തരും. എന്നിട്ട് അത് കല്ലുമ്മലിട്ട് അടിച്ച് തുമ്പാക്കണം. എന്നിട്ട് ഇങ്ങനെ മുണ്ട് പീഞ്ഞാതിരി പീഞ്ഞിട്ട് അടിച്ച് തുമ്പാക്കണം. എന്നിട്ട് പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ പഠിച്ച് ശീലിച്ച പിന്നെ ഞങ്ങൾക്ക് അറിയാനായി. പിന്നെ ഞങ്ങൾ തന്നെ സ്വയം പോവും. ഒരുക്ക് പ്രായമായി ഞങ്ങൾ പോയലായി. പിന്നെ മക്കളൊക്കെ തോനെയുള്ളതിനെ കൊണ്ട് പിന്നെ ഞങ്ങൾ താഴെയുള്ള മക്കളെയൊക്കെ നോക്കണ്ടേ. സ്കൂളിൽ 4 വരെ പോയിക്ക്. പിന്നെ ചേരിപ്പണിക്ക് പോയതാ തൊണ്ടടിക്കാൻ അമ്മേൻ്റെ ഒപ്പരം. ജോലിക്കൊത്ത കൂലിയില്ലെന്ന സങ്കടമുണ്ട് 3 പേർക്കും. അതിനാൽ ഈ പ്രായത്തിലും തൊഴിലുറപ്പ് ജോലിക്കും പോകും. ഇപ്പം ചുരുങ്ങിയ ആളൊക്കെ പണിയെടുക്കുന്നുള്ളൂ. കുറച്ചാൾ എല്ലാവരും ഞങ്ങളെ പോലത്തെ ഒന്നും ഇപ്പം വരത്തില്ല. പണിയോണ്ട് പണി വേണ്ടാന്ന് തന്നെ. എടുക്കാനും കഴിയുന്നില്ല, എടുത്ത പണിക്ക് കൂലിയില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാലും ഞങ്ങൾക്ക് സമയം പോണ്ടേ. അതിന് ഒരു 5 കിലോനൊക്കെ എടുക്കേണ്ടി വരും. അത് 5 കിലോനൊക്കെ ചിലപ്പം 10 എടുക്കും, ചിലപ്പോൾ 5 എടുക്കും. അത് ഒരാഴ്ച കൊണ്ട് കൊടുക്കേണ്ടിയതാ. അത് ചിലപ്പോൾ ആഴ്ച കൊടുക്കാൻ കഴിയില്ല. 2 ആഴ്ച 3 ആഴ്ചയൊക്കെ പിടിച്ചു പോകും. കയറ് പിരിച്ച് അളന്ന് കെട്ടി അട്ടിക്ക് വെക്കും. ഒരു കെട്ടിന്റെ അളവിങ്ങനെ. അങ്ങനെ കയറ് പിരിച്ച് ഇതെത്രയാ? 16 മാറ്. 16 മാറ് എന്നാണ് ഇതിന് പറയാം. നമ്മളമ്മ എണ്ണിക്കൊണ്ടിരിക്കുക അല്ലേ? 16 ആയോ? 17, 18, 19, 20, 21. അപ്പൊ എത്ര മാറുണ്ട്? 22, 23, 24, 25, 26, 27, 28, 29, 30. ഇത് 5 മാറ്. 15 മാറ്. അതാണല്ലേ. അപ്പോൾ അവരുടെ അധ്വാനമാണ്. അതിനൊത്ത കൂലി കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമാണ് അവർ പങ്കുവയ്ക്കുന്നത്. സഞ്ജു പൊറ്റമ്മൻ്റെ ഒപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.